പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കും. ഈ കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാര് മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നടക്കാണ്. അവരെ അറസ്റ്റ് ചെയ്യില്ല. അവർക്ക് മൊഴി കൊടുക്കാൻ നേരമില്ല. മൊഴി കൊടുക്കാൻ പോലീസ് വിളിച്ചിട്ട് മൊഴി കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ടനുസരിച്ച് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ രണ്ടുപേരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടില്ല. ഞാൻ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മീതെ കയറി പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചാലക്കുടി SIയെ റോട്ടിലിട്ട് പേപ്പറ്റിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ SFI സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇരട്ട നീതിയാണ്, ഇരട്ട നീതി. ഈ തോന്നിവാസം കാണിച്ച SFIക്കാരെയും DYFIക്കാരെയും മോനെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പാൽക്കുപ്പി കൊടുത്തിട്ടാണ് കൊണ്ടുപോയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിനുണ്ടാവും എന്ന് വളരെ വിനയത്തിൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. പിന്നീട് നമുക്ക് കാണാം. വരട്ടെ, വീട്ടിലേക്ക് വരട്ടെ. ഇവർ വീട്ടിൽ കയറിയാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളൊക്കെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യട്ടെ. ഈ കേസിൽ ഒന്നാം പ്രതി ഞാനാണല്ലോ, ഈ കേസിൽ അറസ്റ്റ് ചെയ്യട്ടെ, വരട്ടെ, നമുക്ക് കാണാന്ന്. ആരെയാണ് ഇദ്ദേഹം പേടിപ്പിക്കുന്നത്? ഇയാൾ ഈ പോലീസും സംവിധാനവും ഇതെല്ലാം ഉണ്ടെന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉപജാപക സംഘമാണ് പ്രവർത്തിക്കുന്നത്. അവരാണ് ഇതിന്റെ എല്ലാം പുറകിൽ. അവര് 4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ട ആളായിരുന്നു. അത്രയും പുറകിലാണ് അവരാണ് ഇതിന്റെ നേതൃത്വം. ഇത് ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട്, ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും. ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. ഇനി കാത്തിരുന്ന് കാണാം. സംശയം എന്താ? ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടൊരു സംഘമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഭരണകൂട ഭീകരത ഉണ്ടാക്കാൻ നോക്കുവാണ്. അധികാരത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഈ കാണിക്കുന്നത്. കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ശശി തരൂര് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ജനപ്രതിനിധിയാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ യാഥാർത്ഥ്യം BJPയുടെ സമുന്നതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയെന്ന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു കാരണവശാലും BJP ജയിക്കില്ല. BJP ശ്രമിക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭിന്നിപ്പുണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൃശ്ശൂരും കഴിഞ്ഞ പ്രാവശ്യം TN പ്രതാപൻ ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഈ നാടകങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട്. നാരീശക്തി, ഇത് ഗുസ്തി താരങ്ങളുടെ, വനിതാ താരങ്ങളുടെ കണ്ണീരിൽ ചവിട്ടിയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് നാരീശക്തിയെക്കുറിച്ച് പ്രസംഗിച്ചത്. നാരീശക്തി, നാട് മുഴുവൻ സ്ത്രീകൾ വേട്ടയാടപ്പെടുമ്പോൾ അതുമ്പോൾ ഒരു പണിയും ചെയ്യാതെ നോക്കിയിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇവിടെ വന്ന് നാരീശക്തിയെക്കുറിച്ച് പറഞ്ഞത്. ഇതെല്ലാം BJPയുടെ നാടകങ്ങളാണ്. അതൊന്നും വിലപ്പോവില്ല. ഇത് ജനാധിപത്യ കേരളമാണ്, മതേതര കേരളമാണ് എന്ന് തൃശ്ശൂർ ഒരിക്കൽ കൂടി തെളിയിക്കും. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരോടും ആലോചിച്ചുകൊണ്ടിരിക്കുക. DK ശിവകുമാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞത് അയോധ്യ അവിടെ പോകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളല്ലേ എന്നാണ്. അത് ക്ഷേത്രത്തിലെ കാര്യമല്ലേ പറയുന്നത്, ക്ഷേത്രത്തിൽ പോണ കാര്യമല്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ സർക്കാരിന്റെ അറസ്റ്റ് നടപടികളോട് പ്രതികരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു ഉപജാപക വൃന്ദമാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളിയിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണവും ആക്ഷേപവുമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ തുടർന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിലെ 1-ാം പ്രതിയാണ് വി ഡി സതീശൻ. ഷാഫി പറമ്പിൽ, അതോടൊപ്പം തന്നെ M. വിൻസെന്റ് MLA എന്നിവർ കൂടി പ്രതി
ചേർക്കപ്പെട്ട കേസായിരുന്നു ഇത്. അതിൽ ഒന്നാം പ്രതിയായ തന്നെ വീട് കയറി അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യട്ടെ, ബാക്കി അപ്പോൾ നോക്കാം എന്നാണ് വി ഡി സതീശന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗുരുതരമായ ഒരു ആക്ഷേപം കൂടി ഉന്നയിച്ചു. മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു ഉപജാപക വൃന്ദം ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. അവർ അത് ഏറ്റെടുത്തിരിക്കുന്നു. അവർ 1/4 നൂറ്റാണ്ട് മുൻപാണ് അവർ ജീവിക്കേണ്ടിയിരുന്നത്. അതാണ് അവർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്താൽ ബാക്കി യൂത്ത് കോൺഗ്രസ്സുകാർ വീട്ടിലിരിക്കുമെന്നാണ് സർക്കാർ കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് അപ്പോൾ കാണാം എന്നുമാണ് വി ഡി സതീശന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.